വന്ന ചോദ്യമാണെന്ന് ഞങ്ങൾ കമ്മീഷൻ പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ എന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കല്യാണത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം നടത്താവുന്ന യാതൊരു ബുദ്ധിമുട്ടുകളും നിലവിലില്ല. സമുദായത്തിൽപ്പെടുന്ന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന കാര്യമാണ്. നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യാനുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങൾ, സ്കൂളിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ സാധ്യതകളാണ്. പക്ഷേ ഏതായാലും രൂപത എന്ന നിലയിൽ ഇതുവരെ ചർച്ചകളേ ഉള്ളൂ. അതിൻ്റെ ടെറിട്ടറി നിശ്ചയിച്ചിട്ടില്ല, രൂപതയുടെ ഘടനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. റോമിൽ നിന്നൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ടോ എന്ന് മാത്രമല്ലാതെ ഈ ചർച്ച അങ്ങനെ നിൽക്കുന്നു എന്ന്. അതിനപ്പുറത്ത് ടെറിട്ടറി നിശ്ചയിച്ചിട്ടില്ല, രൂപതയുടെ ഘടന നിശ്ചയിച്ചിട്ടില്ല, ആളുകളോട് വിശദീകരണങ്ങൾ കൊടുത്തിട്ടില്ല. ഇതാണ് അതിൻ്റെ സ്ഥിതി, ഇതാണ് എൻ്റെ കാര്യം. അതിൽ കൂടുതലേക്കൊന്നും പോയിട്ടില്ല. അല്ലാതെ അതിൽ കൂടുതൽ ഉണ്ടെന്നുള്ള ധാരണയിൽ പോകുന്നത് ശരിയല്ല. നിങ്ങൾക്കും അങ്ങനെയുള്ള ധാരണ ഉണ്ടാകാൻ പാടില്ല. ഏതാ? വർഷങ്ങൾക്ക് മുൻപ് ഈ മലങ്കരക്കാർ ആവശ്യപ്പെട്ടതാണ് രൂപത വേണമെന്ന് കേട്ടോ. ആര് നമ്മുടെ കൽദിയൻ്റെ നമ്മൾ ഒരിക്കലും നമ്മുടെ പാരമ്പര്യം ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. സഭാപരമായ പാരമ്പര്യം ഒന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഓറിയൻ്റൽ സഭയുടെ കീഴിലാണ് നമ്മളെന്നും, അത് മാറിയിട്ടില്ല. ഏതാ? ഈ മലങ്കരക്കാർ തന്നെ ഓരോ കാലത്തും മലങ്കര രൂപത വേണമെന്ന് ആവശ്യപ്പെട്ടു. പിതാവേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പിതാവേ. അതായത് പിതാവേ ഞാൻ ഒറ്റ കാര്യം ചോദിച്ചു. അതായത് കഴിഞ്ഞ വർഷം കോട്ടയം അരമനയിൽ വെച്ച് മലങ്കര ഫൊറോനയിൽപ്പെട്ട പള്ളികളിലെ പാരിഷ് കമ്മിറ്റി അംഗങ്ങൾ ഓഗസ്റ്റ് 19-ാം തീയതി 2 പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ, വികാരി ജനറൽമാരുടെ സാന്നിധ്യത്തിൽ അതിശക്തമായി അവരെ എതിർത്ത് പറഞ്ഞു. കോട്ടയം രൂപതയുടെ കീഴിലല്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ രൂപത വേണ്ട എന്ന് പറഞ്ഞൊക്കെ പിതാവ് കേട്ടതാ. അതുകൊണ്ട് എന്നിട്ടാണ് പെൻഡിങ് വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്ങനെ ടെറിട്ടറി? ഇടവകയുടെ ഇപ്പൊ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു അവറാഞ്ചേട്ടൻ പറഞ്ഞാണോ ഇല്ലയോ എനിക്ക് അല്ല. മലങ്കര ഫൊറോനയിൽപ്പെട്ട ആ ഇടവകളിലെ 16 ഇടവകളിൽ നിന്നുള്ള ഞങ്ങൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. അവിടെ ചെന്ന് എന്റെ ചോദ്യം, ഇത്രയും പബ്ലിക്കിന്റെ മുന്നിൽ ടെറിട്ടറി നിശ്ചയിച്ചു എന്ന് പറഞ്ഞു. ടെറിട്ടറി അല്ല ഞാൻ ടെറിട്ടറി അല്ല പറഞ്ഞ. അവർ ഇത്രയും പേര് ഇത് ആർക്ക് വേണ്ടിയാണോ ഈ രൂപത ഉണ്ടാക്കുന്നത് അവര് പൂർണ്ണമായിട്ട് എതിർക്കുക. പിതാവ് എന്റെ കയ്യിൽ അവരുടെ ഒപ്പിശേഖരണം തന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മുൻപിൽ പറഞ്ഞ കാര്യത്തെ ഖണ്ഡിക്കുന്നത്. ടെറിട്ടറി നിശ്ചയിച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞില്ല എന്ന് ഇവര് പറയട്ടെ. പിതാവെ, ടെറിട്ടറിയുടെ പ്രശ്നമല്ല, അവർക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാ പിതാവെ അവരെ നിർബന്ധിക്കുന്നത്? ഇത്രയും പേര് കേട്ടതാണ്. കാരണം ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണ വരുത്തുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് ആദ്യം പറഞ്ഞു ടെറിട്ടറി നിശ്ചയിച്ച്, നിങ്ങൾ കേട്ടതല്ലേ പറ. ഇതാണ് പ്രശ്നം. ആളുകളുടെ ഇടയിൽ അങ്ങനെ നമ്മൾ അത് വോട്ടത്ത് എങ്ങനെ പറഞ്ഞു നോക്കുന്നത്? അതൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. അങ്ങനെ നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഉണ്ടെന്ന് ഞാൻ ചുമ്മാ ആവശ്യമില്ലാതെ ആളുകളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ വരുത്താൻ പാടില്ല. നമ്മൾ ഈ 3000 പേരെ നമുക്ക് നഷ്ടപ്പെടുത്തിക്കുന്നത് അത് ശരിയാണ്, അത് വേറെ വിഷയം. ഞാൻ പറഞ്ഞത് നമ്മൾ രൂപത എന്ന നിലയിലാണ് അവിടുത്തെ കാര്യങ്ങളെല്ലാം പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങ് പറയുക, അങ്ങനെ സ്ഥാപിക്കുക. അങ്ങനെ സ്ഥാപിച്ചു നോക്കത്തില്ല. അങ്ങനെ സ്ഥാപിക്കുന്നില്ല പിതാവേ, അങ്ങനെയല്ല. ഓക്കെ, 5 മിനിറ്റ് കൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. 5 മിനിറ്റ്, ലാസ്റ്റ് 5 മിനിറ്റ്സ്. പിതാവേ, ഒരു കാര്യം ചോദിക്കട്ടെ. തിരുവനന്തപുരം ഇടവകയിൽ യഥാർത്ഥമായിട്ട് ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ മലങ്കരക്കാർ എത്ര ഇടവക്കാരുണ്ട്? അവരൊരു 40 വീട്ടുകാരോളം ഉണ്ട്. ഏതാണ്ട് 170-ന് 200-ന് മുകളിലുണ്ടല്ലോ ഇവിടെ. ഇല്ല, മൊത്തത്തിൽ ഉണ്ടല്ലോ. പിന്നെ രണ്ടാമത് പിതാവ് അവിടെ വെച്ചൊരു കാര്യം പറഞ്ഞത്, ഇപ്പം സംസാരിച്ചത് അതാത് വിശ്വാസത്തിന് വേണ്ടി മലങ്കരക്കാർക്ക് കൊടുക്കാമെന്ന് പറയുന്നു. ആ ഒരു ചോദ്യമാണ് പിതാവിനോട് ഞങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചത്. ജ്ഞാനായ സമൂഹത്തിന്റെ വികാരം എന്തുകൊണ്ട് പിതാക്കന്മാർക്ക് ഉൾക്കൊള്ളുന്നില്ല? നമുക്ക് മലങ്കരക്കാർക്ക് അവിടെ വിശ്വാസം കൊടുക്കാം. അല്ല, അതിനാണ് പറഞ്ഞത്. അതിനാ മറുപടി ഞാൻ പറഞ്ഞു. അതായത് നമ്മളിങ്ങനെ രൂപതയായിട്ട് പോവുകയാണെങ്കിൽ ജ്ഞാനായക്കാരുടെ സ്ഥിതി എന്താണ്, അതെന്താവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളവിടെ ചർച്ച ചെയ്തേ ഉള്ളൂ. പിന്നെ ഓരോന്നോട് തീർത്തു പോകണം. അതായത് ഉടനെ അന്നേരത്തെ ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം, തീരുമാനം എടുത്തില്ല. നമ്മൾ പറഞ്ഞൊരു കാര്യം, അതിന് ഇങ്ങനെ ഒരു രൂപത ഉണ്ടാകുന്ന ഘട്ടത്തിൽ സാമുദായികമായിട്ടുള്ള വിഷയം കോട്ടയം രൂപതാധ്യക്ഷനുമായിട്ട് ബന്ധപ്പെടാതെ രൂപത ഉണ്ടാകണ്ട എന്നൊരു കണ്ടീഷൻ അവിടെ വെക്കാൻ പറ്റും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. നിർദ്ദേശിച്ചില്ല.
ഈ പറയുന്ന കോട്ടയം രൂപതയുടെ ഏതാണ്ട് കൂടായ യോഗത്തിൻ്റെ ഏതാണ്ട് നല്ലതായിട്ട് പ്രവർത്തിച്ച ഒരു പള്ളിയാണ് തിരുവനന്തപുരം ഇടവക പള്ളി. അത് RCC ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം വളരെയധികം ചാരിറ്റി ആയിട്ട് ചെയ്യുന്ന ഒരു ഇടവകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വേദപാഠം അതുപോലെയുള്ള എല്ലാ രീതിയിലും നല്ല രീതിയിൽ പോയ ഒരു ഇടവകയായിരുന്നു. ആ ഇടവക ഇപ്പോൾ ആകപ്പാടെ ചിഹ്നഭിന്നമായി നാനാധികമായിട്ട് ഇടവപ്പള്ളിയിലെ വിചാരിക്ക് പോലും ശമ്പളം കൊടുക്കാൻ പോലും സാമ്പത്തിക നേർച്ചയില്ലാത്ത ഒരു പള്ളിയായിട്ട് മാറിയിരിക്കുവാണ്. അങ്ങനെയുള്ളൊരു സമൂഹം നമ്മുടെ കോട്ടയം രൂപതയിലെ പിതാക്കന്മാർ ഇങ്ങനൊരു എന്തിനാവശ്യമില്ലാത്ത ഇടവക്കാർക്ക് വേണ്ടാത്ത ഏർപ്പാട് വീണ്ടും ഒരു രൂപത ആവശ്യമുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചർച്ച നടത്തി എന്നുള്ളത് സത്യം. അതിനപ്പുറത്തേക്ക് ഇത് പോയിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ? അല്ല, അങ്ങനെയാണെങ്കിൽ ഈ ഇടവക്കാർ പറയട്ടെ, ഞങ്ങൾ പഴയ ക്നാനായക്കാരുടെ ക്നാനായ യാക്കോവിലേക്ക് പോകാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നും ചെയ്യാനില്ല. ഇപ്പൊ എത്ര പേര് പോകുന്നുണ്ട്? അല്ല, അങ്ങനെ ജനങ്ങൾ ചിന്തിക്കും. പിന്നെ കാരിത്താസിനെ സംബന്ധിച്ച് ചോദിക്കാൽ, കാരിത്താസ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നോക്കിയാൽ ഈ കാരിത്താസ് ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. 210 കോടിയുടെ സ്ഥാനത്ത് ഒരു നമ്മുടെ ജൂബിലി ആഘോഷിക്കുന്ന മുമ്പായിരുന്നെങ്കിൽ ഇതുപോലെ 4 കാരിത്താസ് പണിയാനുള്ള കാശ് ഓട്ടോമാറ്റിക് ഉണ്ടായാലും അവിടെ. കാരണം ഞാൻ ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ട് അതിരൂപത ശതാബ്ദി വിദ്യാഭ്യാസ ഫണ്ട് ഒരാൾക്ക് പോലും എതിർക്കാൻ കഴിയില്ല. ഈ ഒരു വിഷയമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിരൂപത ശതാബ്ദി വിദ്യാഭ്യാസ ഫണ്ട് ഒരാൾ പോലും എതിർക്കാൻ കഴിയില്ലാത്ത ഏറ്റവും സാമുദായികമായിട്ടും ഏറ്റവും സഭാപരമായിട്ടും ഉണ്ടായിരുന്ന ഒരു നല്ല കൺസെപ്റ്റാണോ ഇല്ലയോ? പറഞ്ഞേ, ആയിരുന്നോ? നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, എത്ര പേര് തന്നു? പിന്നെയാണ് മെഡിക്കൽ കോളേജിൻ്റെ കാര്യം പറയുന്നത്. അത് ഈ വക സമുദായ വിഷയമൊന്നും ഇല്ലായിരുന്നല്ലോ. എത്ര പേര് തന്നു? ഞാനിവിടെ 5000-6000 കിലോമീറ്റർ കാറിന് യാത്ര ചെയ്താ ഈ ഇംഗ്ലണ്ട് വഴി. 6000 കിലോമീറ്റർ. ഈ പറയുന്നത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ആയിഷിനൊക്കെ അറിയാലോ. അപ്പോൾ നമ്മളിതൊന്നും പറയരുത്. അല്ല, ഞാനും വികാരപരമായിട്ട് പറഞ്ഞ് ഞാനത് കഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമ്മൾ ചില കാര്യത്തിൽ വരുമ്പോൾ ഇതില്ലായിരുന്നു അതല്ല നടന്നേനെന്ന് പറയുന്നത് വെറും കാര്യമൊന്നുമില്ല. ഈ വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ ആരുടെ മുന്നിലും പറയാം ഇത് പാവപ്പെട്ട പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരുന്നെന്ന്. എത്ര പേര് തന്നു? എത്ര പേര് തന്നു? അപ്പോൾ ഇതൊന്നുമല്ല കാര്യം, വിഷയം ഇതൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇത് വേറെ വലുതാണ് വിഷയം. ഓക്കെ, നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ ചർച്ചയ്ക്ക് പേരിട്ടത് ബിഷപ്പ് വൈദിക അൽമായ സംവാദം എന്നാണ്. നമ്മൾ അൽമായർ സംവാദം നടത്തി, ബിഷപ്പ് സംവാദം നടത്തി, പക്ഷെ ഒരു വൈദികം മാത്രം ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ആ വൈദികൻ്റെ അവസാന വാക്കുകളോടുകൂടി നമ്മുടെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വൈദികൻ എന്ന് പറയുമ്പോൾ തന്നെ എന്നെ സ്പർശിക്കുന്നതായ സംഭവങ്ങൾ ഇതിലെ കടന്നു പോയിട്ടില്ല. തന്നെയല്ല, നിങ്ങൾ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ എനിക്ക് അവഗാഹം പോരാ. ഇത് ഞാൻ ജനത്തിൻ്റെ സൈഡിൽ നിന്ന് പിതാവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഐ ആം ഫ്രം ദ പാർട്ട് ഓഫ് ദ പീപ്പിൾ. 23 സഭകളുണ്ട്, ചേർന്നതാണ് കത്തോലിക്ക സഭ, അല്ലേ? നമ്മളെക്കുറിച്ച് തന്നെ ഇപ്പോൾ ഒരേ സമയം നമ്മൾ സീറോ മലബാർ സഭയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു കാലത്ത് കത്തോലിക്ക സഭയിൽ സ്ഥാനം കണ്ടെത്തിയ മലങ്കര സഭയ്ക്ക് അവർക്ക് അവരുടേതായ അസ്തിത്വമുള്ളതുപോലെ തന്നെ 24ാമത്തെ കത്തോലിക്ക സഭാ കൂട്ടായ്മയുടെ ഉള്ളിലെ സഭയായി കോട്ടയം രൂപതയെ രൂപാന്തരപ്പെടുത്താനുള്ള വ്യവസ്ഥിതികളെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ? അതിന് പ്രായോഗികമായ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതായത് ഏറ്റവും അവസാനം വരേണ്ടത് ഇതൊരു അപ്പസ്തോലിക ട്രഡീഷനാകണം, സഭ അംഗീകരിക്കണം, അതിന് പ്രത്യേകമായ സ്പിരിച്വാലിറ്റി ഉണ്ടാകണം. അതായത് അതെ അതായത് ഒരു സഭയെ മറ്റൊരു സഭയിൽ നിന്ന് വ്യതിരിക്തമാക്കുന്ന ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്. അതാണ് ഒരു സഭയെ മറ്റൊരു സഭയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അതിനൊരു ആരാധനക്രമമുണ്ട്, അതിനൊരു അപ്പസ്തോലിക പാരമ്പര്യമുണ്ട്, അതിനൊരു ഡിസിപ്ലിനുണ്ട്, അതിനൊരു ആധ്യാത്മികതയുണ്ട്. ഈ ഘടകങ്ങളെല്ലാം ഉണ്ടായിരിക്കുകയും മാർപ്പാപ്പ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ
ഞാനൊന്ന് പറഞ്ഞു തീർക്കും. ഇത് എനിക്കൊരു ടെൻഷനില്ല. ഞാനും ഉള്ള കാര്യം പറയുന്നത്. അതിനകത്ത് എനിക്ക് ടെൻഷൻ. നിങ്ങൾ എന്ത് ചോദ്യം ചെയ്താൽ എനിക്ക് നിങ്ങളോട് ഒരു വ്യക്തിപരമായ, ഞാൻ ചിലപ്പം ഒരു വികാരത്തോടെ, ഞാൻ ചിലപ്പോൾ എനിക്ക് ചില കാര്യത്തിൽ എനിക്ക്, കാരണം ഒത്തിരി അധ്വാനിച്ചുകൊണ്ട് ചില കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ആ കാര്യത്തിൽ ഞാൻ ശരിക്കും അധ്വാനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ രീതിയിൽ നിങ്ങളോട് സ്വതന്ത്രമായിട്ട് ഒരു വികാരത്തിന് തല സംസാരിക്കേണ്ട കാരണം അതാ. അപ്പോൾ ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഈ എന്നിട്ട് മാർപ്പാപ്പ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് ഒരു വ്യത്യസ്തമായ ഒരു ചർച്ചയായിട്ട് മാറുന്നത്. ഇതെല്ലാം നിലവിൽ സിറോ മലബാർ സഭയിലുണ്ട്. നമ്മളതിൻ്റെ ഭാഗമാണ്. ഇനി അതിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ വരുത്തണം. ആ വരുത്തുന്ന പല രീതിയിലൂടെയാണ് വരുത്തുക. അപ്പോൾ നമുക്കൊരു ഡോക്ടർ തീസിസ് ഉണ്ട്. അതിനകത്തും അദ്ദേഹത്തിന് ചില സംശയങ്ങൾ ഉച്ചരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വ്യത്യസ്തമായ സഭയാണെന്ന് ആദ്യകാലം തൊട്ട് എന്ന് സമർത്ഥിക്കാനും അതിനൊരു അംഗീകാരം മാർപ്പാപ്പ തരുന്ന സന്ദർഭത്തിൽ മാത്രമേ ഉള്ളൂ. അടുത്ത ഒരു 24 ആമത്തെ നമുക്ക് റെസ്ക്രിപ്റ്റ് പോലും വെച്ചോണ്ട് അമേരിക്കയിലെ കാര്യങ്ങൾ നടക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു സഭയായിട്ട് അംഗീകാരം കിട്ടും. നമ്മൾ ശ്രമിച്ചു നോക്കാം. ഓക്കെ, കാരണം ഞാൻ ആദ്യം പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു. സഭ ഉണ്ടാകുന്നതിന്റെ കാര്യം അടിസ്ഥാനമാണ്. അച്ഛനെ അച്ഛൻ ക്വസ്റ്റ്യൻ ഉണ്ട്. അച്ഛൻ പറയട്ടെ പ്ലീസ്. അടുത്ത ക്വസ്റ്റ്യൻ തീർക്കുകയാണ്. അച്ഛൻ്റെ നമ്മുടെ വൈദിക അൽമായ സംവാദത്തിൽ വനിതകളുടെ പ്രാതിനിധ്യം കുറവായിരുന്നു. അതുകൊണ്ട് അവസാനമായി വനിതകൾ ഒരാളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. പിതാവ് പല കാര്യങ്ങൾ പറഞ്ഞു, അതെല്ലാം ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷേ എന്തുകൊണ്ട് UK-യിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? UK-യിൽ പല പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് അത് പരിഹരിക്കുന്നില്ല? അതിന് സപ്പോർട്ട് ചെയ്തിട്ട് നേരത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ഇരുന്നതാണ്. ഇന്ന് സീറോ മലബാർ സഭയുടെ എപ്പാർക്കി, ഔട്ട്സൈഡ് എപ്പാർക്കിയിൽ 10 എപ്പാർക്കികളുണ്ട്. സീറോ മലബാർ സഭ ടെറിട്ടറി ഔട്ട്സൈഡ് ഇന്ത്യയിൽ ആദിലാബാദ് തൊട്ട് ഗോരഖ്പൂർ വരെ 10 എപ്പാർക്കികളും, സീറോ മലബാർ സഭ ഇൻസൈഡ് ടെറിട്ടറിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 18 ആണോ 19 ആണോ, ചങ്ങനാശ്ശേരി, തിരുവനന്തപുരം, എറണാകുളം തൊട്ട് തക്കല വരെ 19 എപ്പാർക്കികളും, ഔട്ട്സൈഡ് ടെറിട്ടറി ഓഫ് ഇന്ത്യയിൽ നമ്മുടെ ചിക്കാഗോ ഡയസിസ് മുകളിൽ ഒരു എപ്പാർക്കിയാണുള്ളത്. അപ്പോൾ ഈ സീറോ മലബാർ സഭ ഇംഗ്ലണ്ടിൽ സീറോ മലബാർ സഭയുടെ ഒരു എപ്പാർക്കി സ്ഥാപിക്കുകയാണെങ്കിൽ ഞങ്ങളെ ഇന്ന് സീറോ മലബാർ സഭ മറ്റംഗങ്ങൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാം. അപ്പം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണോ? ഞങ്ങൾ അത് പിതാവിൻ്റെ ഒരു അഭിപ്രായം ഞങ്ങൾ തേടുക അതിന് വേണ്ടി. അതായത് സ്റ്റാനി പറഞ്ഞതിനകത്ത് ഒന്ന് രണ്ട് തെറ്റുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് ടെറിട്ടറിക്ക് വെളിയിൽ 12ഉം ടെറിട്ടറിക്ക് വെളിയിൽ 18ഉം, അങ്ങനെ 30 എണ്ണാണ്. 30 ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. ഞാൻ ഇന്നലെ ഇതെനിക്ക് ഉറക്കം കളയാൻ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഹാപ്പിയാണ്, എനിക്കൊരു പ്രശ്നമില്ല. കാരണം ഇത് സംശയം തീർക്കാതെ പോയത് വീണ്ടും പ്രശ്നമാണ്. അതാ പറഞ്ഞത്, ഇവരുടെ എല്ലാം ഉറക്കം. എനിക്ക് ഉറക്കം കളയാൻ ഉറക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ ഉറക്കം ശരിയാക്കിയാൽ. അതിനിടയ്ക്ക് പിതാവ് പറഞ്ഞു കൊടുക്കുകയുള്ളൂ, നമുക്ക് തുടരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും സെൻട്രൽ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നില്ല. പക്ഷേ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ വെച്ചിരിക്കുന്ന ചാർട്ടുകൾ നമ്മുടെ കുട്ടികൾ വളരെ വളരെ അത് കൊച്ചു കുട്ടികളാണ്. ലിറ്റിൽ പ്രിൻസ് ആൻഡ് പ്രിൻസസ് കോമ്പറ്റീഷന് അവർ ഒരുങ്ങി നിൽക്കുന്നതാണ്. നമുക്കെല്ലാം വേണം. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് ഇൻട്രസ്റ്റ് ആണ്, പക്ഷേ കുട്ടികൾക്ക് ഇതൊന്നും ഇൻട്രസ്റ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അവരാണ്, അതൊക്കെ സമ്മതിക്കുന്നു ഞാൻ. പക്ഷേ എങ്കിൽ പോലും നമ്മളെല്ലാം കൂടെ കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകണം. അതിന് ഹെൽത്തി ഡിസ്കഷൻ വേണം. ഓക്കെ, ആൻസർ പിതാവ് പറയുന്നു. അതായത് നമ്മളിപ്പം ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുമ്പേ ആ ചോദ്യത്തിന് മറുപടി ഒന്ന് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇത് ഒരു അമേരിക്കൻ വിഷയമായിട്ടല്ലോ ഇതിനെ കാണുന്നത്.
ഇല്ല, നമ്മളിതിനെ ഇപ്പോൾ ഈ നടക്കുന്ന വിഷയം ഒരു അമേരിക്കൻ വിഷയമായിട്ട് നമ്മളതിനെ ചുരുക്കേണ്ടതില്ല. നമുക്ക് വേണ്ടത് സീറോ മലബാർ അതിർത്തിക്ക് വെളിയിൽ ജ്ഞാനായക്കാർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് അജപാലനപരമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുക. അങ്ങനെ മാത്രമേ നമുക്കത് പരിഹാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഒരു പക്ഷേ അമേരിക്കയിലാവാം, അത് ഇംഗ്ലണ്ടിലാകാം, ഓസ്ട്രേലിയയിലാകാം, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ഈ ടെറിട്ടറിക്ക് വെളിയിൽ ജ്ഞാനായക്കാരുടെ അജപാലനപരമായ കാര്യങ്ങൾക്കുള്ള ഒരു സഭാപരമായ ഒരു ക്ലാരിറ്റി നമുക്ക് വേണം. അതാണ് നമ്മൾ അവിടെയും ആവശ്യപ്പെടാനായിട്ട് പോയിരിക്കുന്നതും അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ്. മേജർ ആർച്ച് ബിഷപ്പ് എനിക്ക് തോന്നുന്നു അതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. ലാസ്റ്റ് അച്ഛൻ്റെ ലാസ്റ്റ് ചോദ്യം കൊണ്ട് നിർത്താം. കാരണം ഈ ഒരു വിഷയം കൊച്ചുപിള്ളേരുടെ പ്രശ്നമുണ്ട്. അത് നമ്മൾ അല്ല പിള്ളേരുടെ രണ്ടാമത്തെ ചോദ്യം അല്ല രണ്ടാമത്തെ നീ അച്ഛന് തീർന്നു. ഇനി പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കാൻ കണ്ടത് അച്ഛൻ അവസാനം ചോദിച്ചിട്ട് ചോദിക്കും. തെരുവിൽ ഇറങ്ങുന്ന നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ലോ. ഓക്കെ, അച്ഛൻ്റെ അവസാനത്തെ ചോദ്യം. രണ്ടാമത്തേത് എൻ്റെ ഒരു I do not know whether I am intellectual or emotional, but എന്നിലൊരു ഭയമുണ്ട്. മലങ്കര രൂപതയായി തിരിയുമ്പോൾ നമ്മുടെ ആൻറ്റിയോക്യൻ ചർച്ചിനോട് ചേർന്നും നമ്മുടെ കോട്ടയം രൂപത എന്ന് പറയുമ്പോൾ ഞാനൊരല്പം വക്രബുദ്ധിയോടെ മുന്നോട്ടൊന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ മുന്നിൽ അതൊരു ഭയം. ഇപ്പോൾ തന്നെ നമ്മുടെ സീറോ മലബാർ സഭയ്ക്കകത്തായിരിക്കുന്ന നമ്മുടെ രൂപതയെ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ഇച്ചിരി എക്സാജറേറ്റഡ് ആണ്, ഉന്മൂലനം ചെയ്യത്തക്ക രീതിയിലുള്ള വളഞ്ഞ വഴികൾ മുമ്പോട്ട് പോകുന്നത് നമുക്ക് ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൻ്റെ ബുദ്ധിയോടെ ഇതിനെ മലങ്കരയും കൂടെ ആക്കി അപ്പുറയും കൂടെ ആക്കിയാൽ ഒരു കാലത്ത് നാമാവശേഷമാകാൻ മറ്റു വഴികളുടെ ഒന്നും ആവശ്യമില്ല എന്ന് ഞാൻ അല്പം മുന്നേ ചിന്തിക്കുകയാണ് അല്ലേ എന്നൊന്ന് ആലോചിക്കും. അച്ഛൻ പറയുന്നത് 1% പോലും ഞാൻ യോജിക്കുന്നില്ല. എനിക്കത് യോജിക്കാൻ കഴിയില്ല. ഞാനൊരു ബിഷപ്പ് എന്ന നിലയിൽ ഒരു കാരണവശാലും എനിക്കത് യോജിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ആശങ്കയ്ക്ക് ആവശ്യമില്ല. കാരണം ഈ സഭയുടെ ഭാഗമായിട്ടാണ് നമ്മൾ വളർന്നത്. അതുകൊണ്ട് ഈ സഭ നമ്മളെ തള്ളിക്കളയും, നമ്മുടെ അമ്മ നമ്മളെ തള്ളിക്കളയുമെന്ന് എനിക്ക് ബോധ്യമില്ല. നമ്മുടെ അമ്മയാണ് സീറോ മലബാർ സഭ. ആ അമ്മ നമ്മളെ തള്ളിക്കളയുമോ എന്ന് എനിക്ക് ബോധ്യമില്ല. നമ്മുടെ ഒരു അമ്മമാരും നമ്മളെ തള്ളിക്കളയില്ല. നമ്മൾ അങ്ങനെ സംശയത്തോടു കൂടി ഇതിനെ കാണേണ്ടതില്ല, അവതരിപ്പിക്കേണ്ടതുമില്ല. കാരണം അമ്മ മക്കളെ തള്ളിക്കളയില്ല. ആ അമ്മയിലൂടെയാണ് നമ്മൾ നാളിതുവരെ വളർന്നത്. ആ അമ്മയിലൂടെയാണ് ലഭിച്ച സംരക്ഷണം നമുക്ക് ഇന്നുണ്ട്. ആ സഭ നമ്മളെ തീർച്ചയായിട്ടും സംരക്ഷിക്കും. ആ അമ്മ എന്ന നിലയിൽ ഇതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പിതാക്കന്മാർക്കുണ്ട്. ആ പിതാക്കന്മാരെ നിർവഹിച്ചിരിക്കും. ഉറപ്പാണ്. ഈ സീറോ മലബാർ സിനഡിലൂടെ ആ രീതിയിൽ തന്നെ തീർച്ചയായിട്ടും ആ അമ്മ നമ്മളെ സംരക്ഷിക്കും. അതിന് നേതൃത്വം കൊടുക്കാനായിട്ട് കോട്ടയം രൂപതയിലെ ബിഷപ്പുമാരുണ്ടാകും. ആണ് ഏതാ ആ രൂപതയാണ്, ആ സിനഡാണ് ഒരു മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പിനെ തന്നത്. ആ രൂപതയിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സഹായമെത്രാനായിട്ട് തീർന്നത്. ആ രൂപതയിൽ ഭാവിയിൽ ചില ക്രമീകരണങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സിനഡ് തന്നെ മുൻകൈ എടുത്ത് ഒരു സഹായമെത്രാന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അവസാനം റൂം വേണ്ടെന്ന് പറഞ്ഞത് അറിയാവോ? ഇത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അല്ല അതെന്നാ അറിയാം നമ്മൾ ഇല്ല അതായത് ഇവിടെ സിറോ മലബാർ സഭ വരും, ഇവിടെ രൂപതകളും ഉണ്ടാവും, ഓസ്ട്രേലിയയിൽ വരും. അതെല്ലാം പോട്ടെ. അതായത് ഞാൻ പറയുന്ന ഇതാണ്, ഇവിടെ സീറോ മലബാർ സഭയുടെ സഭാ സംവിധാനങ്ങൾ വരും, ഉറപ്പ്. ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യം പറഞ്ഞില്ല. അതായത് രൂപത അതിർത്തിക്ക് വെളിയിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം സഭാപരമായി നമുക്കതിന് ക്രമീകരണങ്ങളുണ്ട്. അതാണ് നമ്മുടെ പരിഹാരം. വേറെ നമ്മളൊരു അല്ല അതല്ല നമ്മൾ പറഞ്ഞത്. അതായത് നമ്മളൊരു അമേരിക്കയിലെ വിഷയമായിട്ട് അതിനെ ചെറുതാക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇത് അമേരിക്കയിലെ വിഷയമല്ല.
അമേരിക്കനെ മാത്രമായിട്ട് കാണണ്ട, സീറോ മലബാർ അതിർത്തിക്ക് വെളിയിലെ ജ്ഞാനായക്കാർക്കുള്ള സഭാ സംവിധാനം ഉണ്ടാകണമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ആപ്ലിക്കബിൾ അല്ലേ? ഈ പറയുന്ന അമേരിക്കയിലുള്ള ആ വിഷയമുണ്ട്. മേജർ ആർച്ച് ബിഷപ്പ് പോകുന്നത് അമേരിക്കയിലെ വിഷയം മാത്രമായിട്ടല്ല. ഇതാണ് നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ചെയ്ത ഇതാ. അതിനല്ലേ റോമില് ഇത് എനിക്കൊന്ന് ഇല്ലെന്നേ, റോമില് എൻഡോഗമസ് ചർച്ചയായിട്ട് അനുവദിച്ച് തന്നിട്ടില്ല കേട്ടോ. എൻഡോഗമസ് ചർച്ചയായിട്ട് അനുവദിച്ച് തന്നിട്ടില്ല. തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയാണ് അനുവദിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. എൻഡോഗമസ് ചർച്ച് അല്ല, തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയാണ് രൂപത അനുവദിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. അതിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഉണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിൻ്റെ വേഡിങ് എന്ന് പറയുന്നത് തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടി നമ്മളതിനെ വ്യാഖ്യാനിക്കുന്നു. അത് എൻഡോഗമസ്. ഓക്കെ, നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. ഇത് തന്നെ, അത് ഇൻഡയറക്റ്റ് ആയിട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തുണ്ട്. അല്ലാതെ അത് അന്ന് അനുവദിച്ചു തരുന്നത് എൻഡോഗമസ് എന്നുള്ളതല്ല, തെക്കുംഭാഗ സമുദായക്കാർക്ക് വേണ്ടിയാണ്. നമ്മളത് തീർച്ചയായിട്ടും അന്ന് ഫോളോ ചെയ്തുകൊണ്ട് നമ്മളത് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ എൻഡോഗമസ് അല്ല പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് കോട്ടയം രൂപതയിൽ നിലനിൽക്കുന്ന സംവിധാനമേ പറയാവുള്ളൂ. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്. കോട്ടയം രൂപത അതിർത്തിക്കുള്ളിൽ ഉള്ള സംവിധാനം മാത്രം പറഞ്ഞാൽ മതി, മറ്റു കാര്യങ്ങളൊന്നും പറയരുത്. തീർച്ചയായിട്ടും അതായത് തീർച്ചയായിട്ടും നമ്മുടെ എഴുതിയല്ല, അതിൻ്റെ അവസരം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പറയേണ്ട ചുമതല എനിക്കില്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങൾ എന്തിനാ ബിഷപ്പാമാരായിട്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം പിന്നെ എന്തിനാണ് ബിഷപ്പാമാരായിട്ടിരിക്കുന്നത്? ആളുകളുടെ സമുദായമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കേണ്ട സമയത്ത് പറയുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയുടെ ഭാഗമല്ലേ? തീർച്ചയായിട്ടും. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം നമ്മുടെ പിതാവ് വളരെ സ്നേഹപൂർവ്വം നമ്മളോടെല്ലാവരോടും നമ്മുടെ ചർച്ചകൾ പറയുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ഈ ചർച്ച ചെയ്താലും ഒരുപക്ഷെ നമ്മുടെ ആകുലതകൾ, നമ്മുടെ ആശങ്കകൾ നമുക്ക് പൂർണ്ണമായിട്ട് നിരീകരിക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് അവരുടേതായ പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാം ഉൾക്കൊള്ളുകൊണ്ട് നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിന് കൺക്ലൂഷനായിട്ട് ശ്രീ ലേവി ചേട്ടൻ പറയും. സമയം നമുക്ക് കിട്ടും തോന്നുന്നില്ല. സമയം ഉണ്ടെങ്കിൽ തീർച്ചയായും അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ല തീർച്ചയായും അല്ല, നമുക്ക് ഏതെങ്കിലും പ്രോഗ്രാം വെട്ടിച്ചുരുക്കി നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമാണെങ്കിൽ തീർച്ചയായും നമുക്ക് നോക്കാം. ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, ചർച്ച ചെയ്യണം. അതാണ് പൊതുവായ തീരുമാനം. ഓക്കെ, നാളെ നമുക്ക് വീണ്ടും ഇത് തുടരും ഉള്ള സമയത്തിനകത്ത്. പിതാവ് നാളെ ഇല്ല, അതാണ്. ആണോ? ഓക്കെ, നാളെ ഒരു സെക്കൻഡ് പറഞ്ഞോട്ടെ. നമ്മൾ ഇതേക്കുറിച്ച് ഇനിയും ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നാളെ ഇങ്ങനെ ഒരു സംവാദം നടക്കുന്നില്ല എങ്കിൽ ബാക്കിയും കൂടെ ഇന്ന് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നു. നാളെ വളരെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ഇനിയും സംവാദത്തിൽ വരാനുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൺസേൺസ് പറഞ്ഞിട്ട് നമുക്ക് സജി പറയുന്നത് കേൾക്കുക. പ്ലീസ് നോ മാത്തുക്കുടി, പ്ലീസ് ഞാൻ പറയുന്നത് 10 മിനിറ്റ് കൂടി തീരെ പറയുന്നത് കേൾക്കുക. നിങ്ങൾ നാളെ നമുക്ക് വേറെ ഉണ്ട്, ചർച്ചയുണ്ട്. നാളെ ആട്ടെ. ലേവി ചേട്ടൻ പ്ലീസ് കൺക്ലൂഡ്. പ്ലീസ് പറയുന്നത് കേൾക്കുക. ജിജി യു പ്ലീസ് ഡോൺ പറയുന്നത് കേൾക്കുക പ്ലീസ്. നാളെ നമുക്ക് നോക്കാം സമയത്ത്. പിതാവ് നാളെ എപ്പോഴാണ് പോകുന്നത്? ഇന്ന് പോകും പിതാവ്. ഒരു മിനിറ്റ്, എന്താണ്? ഒരു മിനിറ്റ് പ്ലീസ്. സമയം
ഏ ഏ അതാ ഞാൻ പറയുന്നത്. ഇടാ ജിജേ, ഒരു കാര്യം ചെയ്യുക. ഞാൻ പറയുന്നത് മൂന്ന് മിനിറ്റ് കൂടെ നിങ്ങൾക്ക് സഹിക്കാവോ? പറ. കാരണം കുഞ്ഞുങ്ങളെ വെറുതെ, കാരണം കുട്ടികൾ നിൽക്കുവാന്നേ. അവിടെ സ്ത്രീകൾ പറയുന്നത് പറ്റത്തില്ല എന്ന് പറയുന്നു. അതാണ് ശേഖരിക്കുക. നമ്മളെല്ലാവരുടെയും നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വികാരങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മുടെ കുട്ടികളുടെ ഉണ്ട്. നമ്മൾ രാവിലെ പോലെ നോക്കിയാൽ നമ്മളെല്ലാം പല ചൂടായ ചർച്ചകളിലാണ്. ഞാൻ മുമ്പേ പറഞ്ഞു, നമ്മൾ ഒരു രാത്രി മുഴുവൻ ചർച്ച ചെയ്താലും തീരത്തില്ല. തന്നെയുമല്ല നാളെ നമുക്ക് സിമ്പോസിയം ഉണ്ട്. സിമ്പോസിയത്തോടനുബന്ധിച്ച് പിതാവിടെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ആശയങ്ങൾ പങ്കുവയ്ക്കാം, ചെയ്യാം. അതുകൊണ്ട് പ്ലീസ് ശ്രദ്ധിക്കുക. അഭിയന്ത പിതാവ് എൻ്റെ ഓർമ്മയിലെ ഒരു പുതിയൊരു മുഖമാണ്. കുന്നശ്ശേരി പിതാവിൻ്റെ കാലത്ത് കണ്ടിട്ടുണ്ട്. ഇത്രയും ഭംഗിയായി, എത്രയോ സഹിഷ്ണുതയോടുകൂടി സ്നേഹത്തോടെ സ്വന്തം കുഞ്ഞനുജന്മാരെ പോലെ സ്നേഹിച്ച് ഇത്രയും സമയം വിനിയോഗിച്ച് നമുക്കൊരു മാതൃക കാണിച്ചു തന്നിരിക്കുകയാണ് ചെയ്യുക. പിതാവിന് എല്ലാവരുടെയും പേരിൽ അകമഴിഞ്ഞ നന്ദി പറയുന്നു.